ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അറബിക് സ്വീറ്റായ കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കുനാഫ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാവൂ. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാലിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ചേർക്കാം. ക്രീം ചീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ചേർത്തത് ക്യൂബായിട്ടുള്ള ചീസാണ്. അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ചീസ് ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ടയും കൂടെ ചേർത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറുകപ്പട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഇത് തിളച്ച് വരണം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കാം. ഇനി കുനാഫ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ വെർമസിലയാണ്, കനം കുറഞ്ഞ വെർമസിലയാണ്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബട്ടർ, മെൽറ്റാക്കിയ ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുനാഫ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് നന്നായിട്ട് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെർമസിലിയുടെ പകുതി, നമ്മൾ എടുത്തു വെച്ച വെർമസിലിയുടെ പകുതി ഇതുപോലെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ക്രീം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള വെർമസിലി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുത്ത ശേഷം വീണ്ടും അതുപോലെ പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇത് ആദ്യം ഗ്യാസിൽ നേരിട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നേരിട്ട് വെച്ച് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം വേറൊരു പഴയ പാന് ഇതുപോലെ വെച്ച ശേഷം അതിന് മുകളിലായിട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ്, ഒരു 8 മിനിറ്റ്, 8-9 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വയ്ക്കേണ്ട. ഇനി ഇത് മറ്റൊരു പാനിലേക്ക് കമിഴ്ത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു പാനിൽ ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് കമിഴ്ത്തിയെടുത്തതാണിത്. അതും ഒരു 10 മിനിറ്റ്, 10 അല്ല ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കഴിക്കുമ്പോൾ ഈ വെർമസിലെല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നാൽ ഉള്ളിൽ ക്രീമും കൂടെ ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.